ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ബ്രൂം വെള്ളയ്ക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേരമീൻ വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ആണ്. അപ്പോൾ അതിനായിട്ട് കേരമീൻ്റെ ഇതുപോലെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു പീസാണ്. ഇതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാം. ആദ്യമായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് 1-2 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി, 2-3 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മസാലയിലേക്കുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-2.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള ലെമൺ ജ്യൂസ് കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മസാല നന്നായിട്ടൊന്ന് യോജിച്ച് വരാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് നോക്കിയിട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫിഷിലേക്ക് തേച്ച് നന്നായി തന്നെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. ഒരു വശം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മറുവശവും നല്ലതുപോലെ ഒന്ന് ഈ ഒരു മസാല തേച്ച് നന്നായി തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നല്ലതുപോലെ ആ ഒരു മസാല എല്ലാം ഫിഷിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അടുത്തതായിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാല എല്ലാം തേച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഫിഷ് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. കേരമീൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രൈ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മസാലയിൽ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.